സ്വർണം വീക്ക്നെസ്സായ വിജയൻ. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും കാര്യം മനസ്സിലാകണമെന്നില്ല, എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറയുകയാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെ വരുമ്പോഴൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പലപ്പോഴും കത്തി നിൽക്കാറുണ്ട്. ഇപ്പോൾ ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദേവസ്വം ബോർഡ് വകുപ്പ് ഭരിച്ചിരുന്നവരും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരും പൂജാരി മുതൽ, അതായത് ഈ തന്ത്രിമാർ മുതൽ അങ്ങ് മന്ത്രിമാർ വരെ സ്വർണം കട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ മുൻപ് നമുക്കറിയാം, ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം വരുമ്പോൾ സ്വപ്നയെ ആരും മറന്നിട്ടില്ല. സ്വപ്നയുടെ വിഷയങ്ങളും ആരും ഇതുവരെയും ഓർക്കാതിരുന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്വപ്ന പറഞ്ഞ സ്വർണ്ണക്കടത്ത് എവിടെ വരെ എത്തിയെന്ന് ഇന്ന് ആർക്കും അറിയില്ല താനും. ആ സ്വർണ്ണക്കടത്തിൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിയാതായി പോയി എന്നൊക്കെ വീരവാദം പറയുമ്പോഴും ഇവിടെ ശബരിമലയിലെ സ്വർണം കണ്ടെത്തിയപ്പോൾ അതിലും കളവ് നടത്തിയിരിക്കുന്നു എന്നറിയപ്പെടുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും മൗനമാണ് ഫലം. സഖാക്കന്മാർക്കൊന്നും മിണ്ടാട്ടമില്ല. പക്ഷേ മിണ്ടിയ ഒരു സഖാവുണ്ട്, അത്തരത്തിൽ തുറന്നടിച്ച ഒരു സഖാവ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ്, എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ് എന്ന് പറയപ്പെടുമ്പോൾ ആ നമ്പർ 1 എന്നുള്ളത് ഇവിടെ നടക്കുന്ന വൃത്തികൾക്ക് കൂടാതെ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനും സ്വർണ്ണമോഷണത്തിനും ഒക്കെ നമ്പർ 1 ആണ് എന്ന് കൂടി പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, പകരം CPM-ന്റെ തന്നെ ഒരു മുതിർന്ന സഖാവായ ജി സുധാകരനാണ്. ആലപ്പുഴയിലെ പഴയ സിംഹമൊക്കെ ആണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം എന്തോ ഈ പാർട്ടിക്ക് അനഭിമതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ എങ്ങനെ നടപടിയെടുക്കാം എന്ന് മാത്രമാണ് പക്ഷേ പാർട്ടി ചിന്തിക്കുന്നത് പോലും. നമുക്കറിയാമല്ലോ ജി സുധാകരനെ കുറിച്ച്. വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പറയാനുള്ളത് തുറന്നു പറയുക തന്നെ ചെയ്യും. അത് പാർട്ടിയോടാണെങ്കിലും ഉദ്യോഗസ്ഥരോടാണെങ്കിലും ജനങ്ങളോടാണെങ്കിലും. അങ്ങനെ പറഞ്ഞ ഒരു നേതാവ് ആണ് ജി സുധാകരൻ. നമുക്കറിയാം, തുലവും കുറഞ്ഞ രീതിയിൽ മാത്രം അഴിമതി ആരോപണങ്ങൾ ആരോപിക്കപ്പെട്ടൊരു നേതാവ് കൂടിയാണ് ജി സുധാകരൻ. അങ്ങനെ അഴിമതിയുടെ ആരോപണങ്ങളോ കറകളോ ഒന്നും പുരളാത്ത ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഒതുക്കുന്നതിൽ പാർട്ടിക്കകത്ത് എല്ലാവരും സമന്മാരെ പോലെ പെരുമാറി എന്നുള്ളതാണ്. ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു നേതാവ് വേണ്ട എന്നുള്ള തരത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, സ്വർണ്ണപ്പാളി മോഷണത്തിലും സർക്കാർ നമ്പർ 1 തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് ജി സുധാകരനാണ്. അത് പക്ഷേ ഈ പാർട്ടിയെ CPM-നെ വല്ലാതെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. KPCC-യുടെ ഒരു സാംസ്കാരിക സാഹിതി എന്ന് പറയപ്പെടുന്ന ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ പ്രസംഗിക്കുമ്പോൾ, അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സാംസ്കാരിക സാഹിതി ക്യാമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം CPM-ന്റെ മന്ത്രിക്കെതിരെയും CPM-ന്റെ സർക്കാരിനെതിരെയും ഈ മാർക്സിസ്റ്റുകാരനായ സഖാവ് തുറന്നടിച്ചു പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സഖാവിനും ഒന്ന് പൊള്ളും, സ്വാഭാവികം. അത്തരത്തിൽ പൊള്ളിയതിൻ്റെ കൂട്ടത്തിലാണ് ഇനി ജി സുധാകരനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ. കാരണം നേതാവിൻ്റെ നാവിൻ്റെ മൂർച്ച എന്ന് പറയപ്പെടുന്നത് വല്ലാത്ത മൂർച്ചയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അച്ചടക്ക നടപടിയിൽ കുറഞ്ഞതൊന്നും എടുക്കില്ല. നമുക്കറിയാം, പുള്ളിയെ പലപ്പോഴും തരം താഴ്ത്തിയിട്ടുണ്ട്, 2 വട്ടം പരസ്യശാസനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം ഇനി എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത് ജി സുധാകരനെതിരെ എന്നുള്ളതാണ് ഏറ്റവും പുതിയ ചിന്ത സഖാക്കന്മാരുടെ ഇടയിൽ. കാരണം എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയോ പുറത്താക്കുകയോ അംഗത്വത്തിൽ നിന്ന് ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്താൽ സന്തോഷമായി. കാരണം നമ്പർ 1 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ നമ്പർ 1 പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചാൽ ആരോഗ്യരംഗം നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതുമരാമത്ത് വകുപ്പ് നോക്കൂ, ഒപ്പം തന്നെ ഈ പറയുന്ന സാമ്പത്തിക മേഖല നോക്കൂ, വിദ്യാഭ്യാസ മേഖല നോക്കൂ. എവിടെയാണ് ഇങ്ങനെ കുത്തഴിഞ്ഞൊരു രീതിയിലല്ലാത്തത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ നമ്പർ 1 ആയത് എങ്ങനെയാണ്? ആരോഗ്യമേഖല എടുത്താൽ ആരോഗ്യമേഖലയിൽ നമ്മൾ നമ്പർ 1 ആണ് എന്ന് പറയപ്പെടുമ്പോഴും ശരിയായിരിക്കാം, നമ്മൾ നമ്പർ 1 ആയിരിക്കാം. നമുക്കറിയാമല്ലോ, 2016 1ാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ
ഈ കൊറോണയൊക്കെ തുരത്തി, നിപ്പയൊക്കെ തുരത്തി എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ആ ടീച്ചറിന് അവസാനം യു എന്നിൽ നിന്നൊരു വലിയ അവാർഡൊക്കെ നേടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ബഹളവും പ്രഹസനവും ഒക്കെ ഉണ്ടായിരുന്നു. ശരി, നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കട്ടെ. അങ്ങനെ നമ്പർ 1 ആയിട്ട് അവാർഡൊക്കെ കിട്ടിയ കേരളത്തിൽ, പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ അങ്ങ് അമേരിക്കയിൽ പോകണമെന്നുള്ള ഗതികേടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആ നമ്പർ 1 സ്ഥാനം ഉപയോഗിക്കാത്തത് എന്നല്ലേ? മുഖ്യമന്ത്രിക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസുഖം വന്നാൽ അമേരിക്കയിൽ പോയി ചികിത്സ നടത്താം. സാധാരണക്കാരൻ ഇവിടെയുള്ള ഏതെങ്കിലും സാധാ ആശുപത്രിയിൽ ചുമച്ചു കുരച്ച് മരിച്ചോട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്നിടത്താണോ ആരോഗ്യ മേഖലയിലെ 1ാം സ്ഥാനം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു? ഇങ്ങനെയാണ് പൊതുമേഖല, ഈ എല്ലാ മേഖലകളിലും. ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ പല റോഡുകളും നമുക്കറിയാം, ഒന്നും വൃത്തിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്നതുപോലെ തന്നെ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിലും മുമ്പന്മാരാണവർ. എന്നിട്ടും നമ്മൾ നമ്പർ 1 ആണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ 2026 ഏപ്രിൽ മാസത്തിനും മെയ് മാസത്തിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ഇതാ നവംബറോടുകൂടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി ഈ റോഡുകളെല്ലാം നല്ല കണ്ണാടി പോലെ ആകുന്ന തരത്തിലേക്ക് ആകാൻ വലിയ താമസം വേണ്ട. ഒരു 4 മാസം കൊണ്ട് എല്ലാ റോഡുകളും, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ റോഡുകളും മിനുസമായ നല്ല കണ്ണാടി പോലത്തെ റോഡുകളായി മാറുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യാനറിയാം. പക്ഷേ ഞങ്ങൾ 5 വർഷം ഭരിക്കുമ്പോൾ 5ാമത്തെ വർഷം ഭരണം അവസാനിപ്പിക്കുമ്പോൾ മാത്രമായിരിക്കും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. അതുവരെ ആൾക്കാർ ഈ കുണ്ടും കുഴിയിലൊക്കെ വീണ് അവരുടെ നട്ടെല്ലൊക്കെ ഒടിഞ്ഞു പൊക്കോട്ടെ എന്നുള്ള ചിന്ത നല്ലതാണ്. പക്ഷെ ജനങ്ങൾ 2ാമതും അധികാരത്തിലേറിയപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പിണറായി വിജയൻ അധികാരത്തിലേറ്റിയപ്പോൾ സ്വയം ചിലപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാകാം, എനിക്കപ്പുറം ഇനി ഇവിടെ ഒന്നുമില്ല, കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കപ്പുറം ഇനി പ്രളയമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്ന കാരണഭൂതനായ ശ്രീ സഖാവ് പിണറായി വിജയൻ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഈ കൊച്ചു കേരളത്തിൽ ജനങ്ങൾ നിങ്ങൾക്ക് വീണ്ടും അധികാരം തന്നത് നിങ്ങളുടെ നന്മ കണ്ടിട്ടോ നിങ്ങളുടെ പെർഫോമൻസ് വൈസ ഒന്നുമല്ല. പകരം നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന പ്രതിപക്ഷമുണ്ടല്ലോ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രതിപക്ഷം, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. ഇനിയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അധികാരം കിട്ടിയാലും അതിൽ അത്ഭുതം കൂടാനില്ല, അത്ഭുതപ്പെടാനുമില്ല. കാരണം ഇവിടെയും പരസ്പരം പഴിചാരുകയും പാര വയ്ക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷം, UDF എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷം ഉള്ളിടത്തോളം കാലം LDFന്റെ നാഥന്മാരെ, സഖാക്കന്മാരെ നിങ്ങൾക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയും. അത് ശരി തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, G സുധാകരനെ പോലെ ഇങ്ങനെ തുറന്നു വിളിച്ചു പറയാൻ കഴിയുന്ന സഖാക്കന്മാർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി എന്നേ നന്നായി പോയനെ. ഇപ്പോൾ പാർട്ടിയും സർക്കാരും എല്ലാം ഒരാളിൽ നിക്ഷിപ്തമാണ്. പിണറായി വിജയൻ എന്ന ഏകശിലാദൈവത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് പാർട്ടിയിലും സർക്കാരിലും എന്ത് നടക്കണമെങ്കിലും പിണറായി വിജയൻ അറിയണം. അപ്പോൾ പിണറായി വിജയനെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പിടിച്ചകത്തിടുന്ന പോലീസ് സംവിധാനം അടക്കം നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ G സുധാകരൻ പറഞ്ഞത് ഇവിടെ നടക്കുന്ന വൃത്തികേടുകളിലും നമ്മൾ നമ്പർ 1 ആണ് എന്ന്. സ്വർണത്തിന്റെ മോഷണത്തിൽ മാത്രമല്ല നമ്പർ 1, ഇവിടെ നടക്കുന്ന വൃത്തികേടുകളിലും നമ്പർ 1 ആണ് എന്ന് പറയേണ്ടി വന്നു. അതൊരു സഖാവ് പറഞ്ഞതാണ്, നിങ്ങളുടെ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവായി പറയുന്നത്. G സുധാകരൻ ആലപ്പുഴയിൽ ശക്തനായ നേതാവായിരുന്നു. VS പക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയ വളരെ ശക്തനായ നേതാവായിരുന്നു. ആലപ്പുഴയിൽ അവസാനത്തെ വാക്ക്, CPMന്റെ അവസാനത്തെ വാക്കും G സുധാകരനായിരുന്നു. പക്ഷേ 2002 മുതൽ പാർട്ടി പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമം നടക്കുന്ന കാലഘട്ടത്തിൽ വിഭാഗീയതയുടെ പേര് പറഞ്ഞ് VSനോടൊപ്പം ചേരുകയും അതിനുശേഷം VS മന്ത്രിസഭ വന്നപ്പോൾ പിണറായി പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് പിണറായിയോടൊപ്പം സഞ്ചരിക്കുകയും അവസാനം VSന്റെ മന്ത്രിസഭയിലും പിന്നീട് വന്ന 2016 പിണറായി വിജയന്റെ മന്ത്രിസഭയിലുമൊക്കെ വളരെ നല്ല വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ ലഭിച്ചതും പിണറായിയോട് തോളോട് തോൾ ചേർന്ന് നിന്നതിന്റെ ഫലമാണ്. അതിന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പോലെ ലഭിച്ചതാണ് ആ വകുപ്പുകൾ എന്ന കാര്യത്തിലും സംശയമില്ല, തർക്കവുമില്ല. ഇവിടെ ഇപ്പോ 2016 മുതൽ 2021 വരെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണവും കൈയാളിയിരുന്നത് G സുധാകരനാണെന്നിരിക്കെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന 2019 വിവാദത്തിൽ ഉൾപ്പെടുത്താൻ അന്വേഷണത്തിൽ G സുധാകരനെ കൂടി ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് സ്വർണ്ണമോഷണത്തിലും നമ്പർ 1 ആണ് കേരളം എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. എന്തായാലും VS പക്ഷത്ത് നിന്നും പിണറായി പക്ഷത്തേക്കും, പിണറായി പക്ഷത്ത് നിന്നും പാർട്ടിയുടെ പക്ഷത്ത് പോലും നിൽക്കാൻ കഴിയാത്ത വണ്ണം അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. നമുക്കറിയാം 2021 അദ്ദേഹത്തിന് അമ്പലപ്പുഴയിൽ ഒന്നുകൂടി മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ പാർട്ടി ആ നിർദ്ദേശം ചെവിക്കൊണ്ടില്ല, അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല.
പക്ഷെ ആ വിദ്വേഷമൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുമ്പോഴും അദ്ദേഹത്തിന് പകരക്കാരനായി ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ മത്സരിച്ച എച്ച് സലാമിനെതിരെ വന്ന പരാതികളും പരിഭവങ്ങളും കണ്ണടച്ചിരുട്ടാക്കുകയും സലാമിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ജി സുധാകരൻ പാർട്ടിയിൽ അനഭിമതനാകുന്നതും അദ്ദേഹത്തിനെ തരം താഴ്ത്തുന്നതും 2 പ്രാവശ്യം പരസ്യ ശാസന നടത്തുന്നതും ഒക്കെ. അങ്ങനെ പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇദ്ദേഹത്തിനെ ഈ ജി സുധാകരനെ അങ്ങനെ തരം താഴ്ത്തിയിട്ടുണ്ട്, പരസ്യ ശാസനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, ഒരു ആരോഹണ ക്രമമുണ്ട്. അതായത് ഇങ്ങനെ അച്ചടക്ക നടപടി എന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിന് പുതുമയല്ല. പക്ഷെ ആ അച്ചടക്ക നടപടി എന്ന് പറയപ്പെടുന്നത് ആദ്യം ഒരു താക്കീത് കൊടുക്കും, പിന്നെ ശാസന, പിന്നെ പരസ്യ ശാസന, അത് കഴിഞ്ഞിട്ട് ഒരു തരം താഴ്ത്തൽ, അതിനുശേഷം ഒരു സസ്പെൻഷൻ. ഇതൊക്കെ കഴിയുമ്പോൾ ആയിരിക്കും അദ്ദേഹത്തെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പോലും എടുത്ത് പുറത്തേക്ക് എറിയുക എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ അച്ചടക്ക നടപടിയുടെ ഒരു ആരോഹണ ക്രമം എന്ന് പറയപ്പെടുന്നത് അതാണ്. ആ ആരോഹണ ക്രമത്തിനുള്ളിൽ ജി സുധാകരൻ പലവട്ടം പെട്ടുകഴിഞ്ഞു. ഇനി അദ്ദേഹത്തിനെ പെടുത്താൻ അടുത്തത് എന്താണ് അച്ചടക്ക നടപടി എന്ന് ചോദിച്ചാൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് ചിലപ്പോൾ എടുത്ത് പുറത്താക്കിക്കും, അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് പോയിക്കും. പാർട്ടിക്ക് പുറത്തേക്കാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇനി പിണറായി വിജയന്റെ പാർട്ടിക്കാരും ചെയ്യും ജി സുധാകരനെതിരെ എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല, സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് ഇപ്പോൾ അനഭിമതനായി തീർന്ന പിണറായി വിജയന്റെ കണ്ണിലെ കരടായി മാറിയ ജി സുധാകരൻ ഇനി പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇവിടെ ചില ഇരട്ടത്താപ്പുകളുണ്ട്. ഈ 2021 തെരഞ്ഞെടുപ്പിൽ 75 വയസ്സ് എന്നുള്ള മാനദണ്ഡം വെച്ചിട്ടാണ് ജി സുധാകരന് സീറ്റ് നിഷേധിച്ചത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഇപ്പോഴും ഭരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും 80-84 വയസ്സൊക്കെ ആകുന്ന ഒരു വ്യക്തിത്വം, ഞാൻ വയസ്സ് പറയുകയല്ല എങ്കിലും പറയുക, അങ്ങനെ ഒരാൾക്ക് മാത്രം ഇതൊന്നും ബാധകമല്ലാതെ ഇരിക്കുകയും പാർട്ടി നിയമങ്ങളൊന്നും ബാധകമല്ലാതായിരിക്കുകയും ബാക്കിയുള്ളവർക്കെല്ലാം പാർട്ടിയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഗതികേടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാർട്ടി എന്ന് പറയപ്പെടുന്നതും സർക്കാർ എന്ന് പറയുന്നതെല്ലാം ഒരു ഏകശിലാ ബിംബത്തിൽ കേന്ദ്രീകൃതമാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ വസ്തുതാപരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ കേഡർ സ്വഭാവത്തിന് എന്തോ കുഴപ്പം വന്നിരിക്കുന്നു. തൊഴിലാളി സ്നേഹമുണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോൾ തൊഴിലാളികളോട് സ്നേഹമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ബൂർഷ മനോഭാവത്തിലേക്ക് ഒരു പാർട്ടി മാറുന്നുണ്ട് എന്ന് സ്വയം പറയുന്നതെല്ലാം സഖാക്കന്മാർ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജി സുധാകരന്റെ ഈ വാക്കുകൾ എന്ന് കൂടി ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പിണറായിയെ പിണക്കിയും പാർട്ടിയെ പിണക്കിയും ജി സുധാകരൻ എന്തായാലും ഈ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. പാർട്ടി എടുക്കുന്ന എന്ത് നിലപാടും സ്വീകരിക്കേണ്ടി വരും ജി സുധാകരൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷെ അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു സത്യത്തെ, ആ സത്യത്തിന്റെ പേരിലായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജി സുധാകരനെ പാർട്ടിയിൽ നിന്നും അവർ പുറത്താക്കാൻ പോകും.